ഹായ്, ഞാൻ റിൻജേഷ്. ഞാൻ CGL 2023 കസ്റ്റംസിൽ പ്രിവൻറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് കിട്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന് മുമ്പ് കേരള സർവീസിൽ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ 2 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹായ്, ഞാൻ അദ്വൈത്. ഞാൻ 23 CGL CGA അക്കൗണ്ടൻ്റ് ആയിട്ട് സെലക്ട് ആയതാണ്. അതേപോലെ തന്നെ 23 CHSL സെലക്ട് ആയിട്ടുണ്ട്. ഹായ്, ഞാൻ ഹരിനാഥ്. ഞാൻ CGL 23 CGST ഇൻസ്പെക്ടറായിട്ട് സെലക്ട് ആയി. ഇപ്പോൾ അതിനു മുമ്പ് CHSL 22 മിലിറ്ററി എഞ്ചിനീയർ സർവീസിലും സെലക്ട് ആയിട്ടുണ്ട്. CGL SSCക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിനി സിവിൽ സർവീസ് പോലെയാണ്. മാത്രമല്ല വർക്ക് ചെയ്യണതിനനുസരിച്ച് ജോലിയിൽ കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ടും ഒന്നും കൂടെ ഒരു ഷ്യൂറിറ്റി ഉണ്ട്. CGLന്റെ മെയിൻ അട്രാക്ഷൻ അത് തന്നെയാണ്. നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുന്നത് അത് നമുക്ക് 15 വർഷം കൊണ്ട് തന്നെ നമ്മൾ സെൻട്രൽ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു IAS ലെവലിൽ അണ്ടർ സെക്രട്ടറി പോസ്റ്റ് വരെ എത്താൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അതിനും 10th ലെവൽ MCQ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ആക്ച്വലി ഞാൻ ശരിക്കും മുമ്പ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ശരിക്കും സാധാരണ ഒരു PSC കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരിടുന്ന എഫേർട്ട് എനിക്കറിയാം. ഈ നമ്മൾ LD ക്ലർക്ക് പോസ്റ്റുകളൊക്കെ GK ഒക്കെ പഠിക്കാൻ വേണ്ടി ഇടുന്ന മണിക്കൂറുകളോളം ഇടണം. അത്ര എഫേർട്ടിൻ്റെ ഒരു പകുതി ഇട്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അതിടുമ്പം തന്നെ നമുക്ക് CGL അതിനെക്കാട്ടും നല്ല സാലറി ഉള്ള നല്ല രീതിയിലുള്ള ജോബ് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. പിന്നെ വർക്ക് പ്രഷർ നോക്കുകയാണെങ്കിൽ വർക്ക് പ്രഷറും വളരെ കുറവാണ്. നമുക്ക് 9 to 5:30 ജോബാണ് വരുന്നത്. സാറ്റർഡേ സൺഡേ ഓഫാണ്. പിന്നെ ടോട്ടൽ ലീവ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 180 ഡേയ്സ് ലീവ് വരുന്നുണ്ട്. സിവിലിയൻ ഇൻട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു മനസ്സമാധാനമുണ്ട്. 9 to 5:30 പറയുന്ന സമയത്ത് സാധാരണ ഞാൻ മുമ്പ് വർക്ക് ചെയ്യുമ്പം ആ ജോബായിട്ട് വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടായിരുന്നു. കുറേ സമയം വീട്ടിൽ നിന്നും ചെയ്യേണ്ട ഈ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര പ്രഷറായിരുന്നു. പക്ഷെ ഇപ്പം നല്ല കൂളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യുക. നമ്മുടെ ടൈമുണ്ട്, ഫാമിലി ടൈം, വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ. സാറ്റർഡേ സൺഡേ ഓഫാണ്. പിന്നെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായി. എക്സാമൊക്കെ ഭയങ്കര ഫാസ്റ്റായി. പെട്ടെന്ന് തന്നെ ജോബിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എക്സാമൊക്കെ പെട്ടെന്ന് റിസൾട്ട് വരുന്നു, പെട്ടെന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നു. ലിസ്റ്റിലായാലും എന്തായാലും ജോലി ഉറപ്പാണ്. PSC പോലെ ഒരു പ്രശ്നം SSCക്ക് ഇല്ല. ലിസ്റ്റിലായാൽ എന്തായാലും ജോലിക്ക് കയറിയ തന്നെയാണ്. അതാണ് 3-4 months കൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ എക്സാമിൻ്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 സ്റ്റേജാണ്. അതിൽ പണ്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാസ്റ്റായി. പിന്നെ എന്താണ് നമ്മൾ പ്രിലിംസിന് എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് മെയിൻസിനും നമ്മുടെ സിലബസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചാൽ രണ്ടിനും ഒരേപോലെ യൂസ്ഫുള്ളാണ്. കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് കുറേ മോക്ക് ടെസ്റ്റുകൾക്കുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ടീമേറ്റ്സിൽ എന്താണ് കേരളത്തിൽ പൊതുവെ നമുക്ക് SSCയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കുറവാണ്. ആളുകൾ 70 അങ്ങനെ തോന്നുന്നു. 7,070 എന്ന് പറയുമ്പോൾ 1% അടുത്ത് കേരളത്തിൽ കിട്ടുന്നുള്ളൂ. കൂടുതൽ പേരും എന്താണ് പുറമെ സ്റ്റേറ്റിലുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഒരു മാറ്റം വരാൻ വേണ്ടി എന്തായാലും സാധിക്കും. കാരണം PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അത്ര എഫേർട്ട് ഇടണ്ട. കാരണം നമ്മുടെ എല്ലാവരും PSCക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കാട്ടും അട്രാക്റ്റീവ് ആണ്. കൂടുതൽ സാലറി കിട്ടുന്നുണ്ട്, കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്താൽ അവർക്കൊക്കെ പ്രിപ്പയർ ചെയ്താൽ സുഖമായിട്ട് കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ സിലബസ് നോക്കുകയാണെങ്കിലും അത്ര വേസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് വേണ്ട രീതിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. MCQ ആണ് ക്വസ്റ്റ്യൻസ് എല്ലാം. ഒന്നും കൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. UPSC പഠിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. സിലബസ് എല്ലാവർക്കും മാത്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് സിലബസ് മനസ്സിലായി കഴിഞ്ഞ് ഒരു വട്ടം ഒരു കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ കവർ ചെയ്യാനുള്ള സിലബസ് തന്നെയുള്ളൂ. ശരിക്കും 6 മാസം കൊണ്ടൊക്കെ സിലബസ് കവർ ചെയ്യാൻ പറ്റും. ശരിക്കും ആ ഏരിയാസ് കവർ ചെയ്താൽ പിന്നെ സുഖമാണ്. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ സിലബസ് നോക്കുമ്പോൾ മാത്സിൽ ട്രിഗണോമെട്രി, ജോമെട്രി, അങ്ങനത്തെ അഡ്വാൻസ് മാത്സ് ഉണ്ട്. പിന്നെ നമ്മളെ പെർസെൻറ്റേജ് മുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. അതും 10ാം ക്ലാസ് ലെവലാണ്. ശരിക്കും അതിൻ്റെ മേലേക്ക് ഇല്ല 10ാം ക്ലാസ് ലെവൽ. സ്പീഡ് ഉണ്ടാക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. ഫെസിലിറ്റീസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് ട്രെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ആ എയിമിലേക്ക് എത്താനുള്ളതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം തന്നെ ഏകദേശം 13 പേർക്ക് അങ്ങനെ ടീമേറ്റ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിജയ ശതമാനം ശരിക്കും കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ ടീമേറ്റ്സിൽ കൂടുതലാണ് കിട്ടാൻ. അവർ സാർമാരൊക്കെ ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. മെൻറ്റർഷിപ്പാണ് ഇതിലൊരു മെയിൻ കാര്യം. നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മളെ കൂടെ നിന്നിട്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിലിംസിന് ഇവിടെ ജോയിൻ ചെയ്യുന്ന തൊട്ടിട്ട് അവസാനം ജോബ് കയറുന്ന വരെയുള്ള കാര്യങ്ങളിൽ ഫുൾ ടൈം സപ്പോർട്ടാണ്. ഏത് പോസ്റ്റ് സെലക്ട് ചെയ്യണം, എന്ത് ചെയ്യണം, പിന്നെ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതടക്കം കംപ്ലീറ്റ്ലി അവർ ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത്. വേറെ എവിടെ നിന്നും കിട്ടാത്തതും അതാണ്. അത് നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടുന്നത്. 22 CGLും CHSL ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള സാറുമാർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. എല്ലാ ടാക്ടിക്സും എല്ലാം പറഞ്ഞു തന്നു. അതൊക്കെ 23 CGL ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്.
പിന്നെ നമ്മളെ ഹൈബ്രിഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ എത്ര ദൂരെ ആയാലും നമുക്കത് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവിടെ ഫിസിക്കലി വരണം എന്ന് യാതൊരു നിർബന്ധവും. പിന്നെ നല്ലൊരു ആപ്പും ഉണ്ട്, നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഡെയിലി ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡെയിലി നമ്മളായിട്ട് ഉണ്ടാക്കി അതിന് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് അവരുടെ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോയാൽ കറക്റ്റ് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. ആപ്പ് വഴി സെക്ഷണൽ മോക്കൊക്കെ തനിയെ കവറായി പോകുന്നുണ്ട്. അത് വളരെ ഉപകാരമാണ്. മാർക്ക് നമ്മളറിയാതെ തന്നെ തനിയെ കൂടി വരുന്നുണ്ട്. പിന്നെ GK ഒക്കെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ആ ടെസ്റ്റ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് തപ്പി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം പോകും. പ്രീവിയസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. എല്ലാം കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് സെൻട്രൽ ഗവൺമെന്റിൽ നല്ലൊരു ജോലിയാണെങ്കിൽ തീർച്ചയായും ടീംമേറ്റ്സ് ഞങ്ങൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം 3 വർഷം കൊണ്ട് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിയ കേരളത്തിൽ വേറൊരു സ്ഥാപനം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉറപ്പാണ്. മോക്ക് ടെസ്റ്റിൻ്റെ ആ ആപ്പ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ മാർക്ക് കൂടാൻ അത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാർമാർ പറഞ്ഞ ടാക്ടിക്സും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. മാർക്ക് കൂടാനും ഇപ്രാവശ്യം സെലക്ട് ആവാനും ഇവിടുത്തെ സാർമാർ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കും എപ്പോഴും. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ സാർമാരുടെ പ്രത്യേകത. മെൻറ്റർഷിപ്പ്, നേരത്തെ പറഞ്ഞ പോലെ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നതാണ് ഇവരുടെ മെയിൻ. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പം ടീമേറ്റ്സിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.